ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വേനലിൻ്റെ കടുപ്പം കൂടുകയാണ്. അപ്പം നമ്മളുടെ പച്ചക്കറി തൈകൾക്കായാലും ഫ്രൂട്ട് പ്ലാന്റിനായാലും നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ വെള്ളം നിൽക്കാത്ത അവസ്ഥയാണ്, വേഗം ഉണങ്ങിപ്പോവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പുതയിടൽ അഥവാ മൾജിങ് അത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ അത് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ കൃഷിയിടത്തിലെ തന്നെ കൃഷിയുടെ വീഡിയോസ് നമുക്ക് ചെയ്തിട്ടുണ്ട്, പല പല സെക്ഷനായിട്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ ആഗ്രഹമുള്ളവരൊന്ന് കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ ചട്ടിയിലായാലും നിലത്തായാലും തൈകളും എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പൊതയിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ പൊതയിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ എടുക്കണത് എപ്പോഴും ഇങ്ങനെ ജീർണിച്ച് തുടങ്ങിയ അഴുകി തുടങ്ങിയ ചവറുകളായിരിക്കും കേട്ടോ നല്ലത് എടുക്കണത്. അതാകുമ്പോൾ എന്നറിയോ, വേഗം അതിന് വളമായിട്ട് ഇതിലൊക്കെ നന്നായിട്ട് കാർബണൊക്കെ അടങ്ങിയിട്ടുണ്ട് ഈ പുല്ലുകളിലൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ തൈകൾക്ക് കിട്ടുകയും ചെയ്യും, വേഗം അഴുകി തൈകളിലേക്ക് അത് ലഭിക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ അതിന് പകരം കട്ടി കൂടിയ മഹാഗണി, തേക്ക് എന്നിവയുടെ ഇലകൾ, മാവ്, അതിൻ്റെയൊക്കെ ഇലകൾ ഇത്തിരി കട്ടിയുള്ളതായിരിക്കും. അത് നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് അഴുകി കിടക്കണ ഇലകളാണെങ്കിൽ കുഴപ്പമില്ല, അതിങ്ങനെയുള്ള ഇലകൾ നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കുക. അങ്ങനെയുള്ള ഇലകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണെന്നറിയോ പ്രശ്നം, അത് അഴുകാനൊരു താമസം പിടിക്കും. അതിൻ്റെ ആവശ്യമായ വെള്ളം ഇവ നമ്മുടെ ചെടികളിൽ നിന്ന് നമുക്ക് തിരിച്ചവർ വലിച്ചെടുക്കും. നമ്മളെ പച്ചക്കറി തൈകളിലത്തെ വെള്ളം പിന്നെയും അവർ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മുടെ ചെടികളിൽ ഉണങ്ങാനും അത് മഞ്ഞളിച്ച് പോകാനൊക്കെ കാരണമാവും. ഉണങ്ങിയ ഇലകളൊക്കെ അഴുകിയ ഇലകളൊക്കെ ആകുമ്പോൾ അത് കുഴപ്പമില്ല, അതിൻ്റെ വെള്ളം അവിടെ നഷ്ടപ്പെടില്ല, തിരിച്ചെടുക്കില്ല. ഇപ്പം ചെടി അതുപോലെ തന്നെ നമ്മൾ ഇതിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തണ്ടിനോട് കൂടി, അതായത് ചെടിയോട് കൂടി ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. എപ്പോഴും നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം, കടയിൽ നിന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് ഇടാനായിട്ട്. അല്ലെങ്കിൽ ഇതിൽ നിന്ന് തിരിച്ച് ചെടികളിലേക്ക് വെള്ളം എടുത്ത് ചെടിക്ക് പിന്നെ വാട്ട സംഭവിക്കുകയും മഞ്ഞളിക്കുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇത് കൂടാണ്ട് നമുക്ക് പച്ചിലകളായിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പച്ച, ശീമക്കൊന്നയുടെ ഇല അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മൾ കടക്കലിന് ഇതുപോലെ നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അഴുകിയാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് പല ന്യൂട്രിയൻസ് നമുക്ക് ഈ പച്ചക്കറി തൈകൾക്ക് കിട്ടും. അതിലൊക്കെ നന്നായിട്ട് നൈട്രജനൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാടിയിട്ടിട്ടാലും കുഴപ്പമില്ല, നമുക്ക് നേരെ ഇട്ടാലും കുഴപ്പമില്ല, അത് വേഗം വാടി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ 2 ഗുണങ്ങളായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഉള്ളിലൊക്കെ കളകളൊക്കെ ഉണ്ടാവും, അതായത് ഈ പുല്ലുകൾ അങ്ങനെയുള്ള കളകളൊക്കെ നമ്മൾ പറിച്ചിട്ട് നമ്മൾ അതിൽ തന്നെ ഇടുന്നൊരു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുല്ലുകൾ അവിടെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളെ പച്ചക്കറി തൈകളിൽ ആവണയിലും കൂടുതൽ വളരണയിലും കൂടുതൽ ഇവരാദ്യം വളർന്ന് അതിൻ്റെ വെള്ളവും വളവും വലിച്ചെടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ കളകൾ കിട്ടണത് ഉടനടി അതിലുള്ളിലിടാണ്ട് പുറത്തിട്ടിട്ട് ഒന്ന് ഉണങ്ങിയ ശേഷം വാടിയ ശേഷമൊക്കെ നമുക്കിത് പൊതിട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ വളം കൊടുക്കുമ്പോൾ ഇപ്പം ജൈവ സിലറിയൊക്കെ അങ്ങനത്തെ സിലറികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ പൊതിയുടെ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പം അഴുകാത്ത തരത്തിലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയിട്ട് വേണം അതായത് ചാണകപ്പൊടി, എല്ലുപൊടി അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മാറ്റിയിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പം എനിക്കിത് നന്നായിട്ട് അഴുകി തുടങ്ങിയ ഇതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് അതിൻ്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സൈഡൊന്ന് മാറ്റിയിട്ട് സൈഡിൽ കൂടെ നമുക്ക് കുറച്ച് ഭാഗത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കാനുള്ളത് വെള്ളം ഒഴിക്കുമ്പോഴാണ് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും പുതയുടെ അടിയിലൂടെ വേണം കേട്ടോ നമ്മൾ വെള്ളം കൊടുക്കാൻ. മുകളിലൂടെ വെള്ളം കൊടുക്കണേൽ നല്ലത് നമ്മൾ പുതയുടെ അടിയിലൂടെ വെള്ളം കൊടുത്താലാണ് അതിന് ഫുള്ളായിട്ട് എത്തിക്കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ചെടിയും ഇലയും തമ്മിൽ മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, മണ്ണും പൊതയൊക്കെ മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലകളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ അതിലുള്ള ചെളി നമ്മളെ ഇലകൾക്ക് തെറിച്ചിട്ട് അതിൽ രോഗബാധ കൂടുകയും നമ്മളെ ചെടി തന്നെ ചീത്തയാവാൻ കൂടുതൽ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ അടിയിലുള്ള ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ പൊതയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.